യുക്തിവാദി ആരിഫല്ലേ? ആ അതെ. എന്തെല്ലാം സുഖം തന്നെയാ? എക്സ് മുസ്ലിമാണ്. അത് പന്നികൾ വിളിക്കൂ എക്സ് മുസ്ലിം. എങ്ങനെ? നിന്റെ കൂട്ടുകാരായ പന്നികൾ വിളിക്കൂ എക്സ് മുസ്ലിം. ആരാ എവിടെന്നാ എന്ത് വേണം എന്താ കാര്യം? പന്നികൾ എക്സ് മുസ്ലിം ഒരു മതമില്ല, മതക്കാരനില്ല. മതക്കാരനില്ലേ? ഇല്ല. ആ പിന്നെന്താ ഉള്ളത്? എക്സ് മുസ്ലിം മതക്കാരന്. നിന്നെ പോലത്തെ പിന്നെ പന്നികൾക്കാ വാ തുറന്ന മുടക്ക് വർത്താനേ പറയൂ. ശനിയ ബാങ്ക് കഴിഞ്ഞിട്ട് വിളിക്കാം. എടുക്കുവാ. ജമാഅത്തിന് 20 മിനിറ്റോ? 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ടൗണിലല്ലേ? ടൗണിൽ എങ്ങനെ? അപ്പൊ എങ്ങനെ ടൗണിലാവുമ്പോ 20 മിനിറ്റ് ജമാഅത്ത് കിട്ടണ എങ്ങനെ? ആളെല്ലാം വരണ്ടേ? നിന്നെ പോലെ ആരാന്റെ ഏത് മദ്രസയിലാ പഠിച്ചത് പോയാ? വളരെ മോശമായി. അത് ശരി. തൗബ ചെയ്ത് എന്ത് തണ്ടിത്തരം അങ്ങ് ചെയ്തിട്ട് തൗബ ചെയ്താൽ മതി. എന്ത് തണ്ടിത്തരന്നല്ല, ചെറിയ ബാങ്കില് വർത്താനം പറയുന്നതാണ്. പക്ഷെ നിന്നോട് ഒരു പിശാച് ഇടക്ക് കയറിപ്പോയല്ലോ. അത് ശരി. അപ്പൊ ചെറിയ തെറ്റൊക്കെ ആണെങ്കിലും ചെയ്യാന്ന് ഇസ്ലാമിന് വേണ്ടിട്ട്. ആ പിശാച് നാട്ടിൽ വായിക്കണ്ടേ? വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യാന്ന്. അതാണ് ഉദ്ദേശിച്ചത്. ഒത്തില്ല. ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. എന്ത് തണ്ടിത്തരം ചെയ്തിട്ടും തൗബ ചെയ്ത് അള്ളാഹു പുറത്തുതരുമെന്ന് അതൊന്നും അറിയില്ല നമുക്ക്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ കോയ കോളിംഗിലേക്ക് വിളിച്ചിട്ട് ഈ തല വെക്കണത്? വല്ല ആവശ്യമുണ്ടോ? സന്തോഷായി, നല്ല സന്തോഷായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. വല്ല ആവശ്യമുണ്ടോ കോയ ഇതിന്റെ? നിങ്ങൾ ഇസ്ലാമിനെ ഇപ്പൊ വെറുതെ ഏറി കയറ്റാൻ വേണ്ടിട്ട് ഈ ബാങ്ക് വിളിക്കുന്ന നേരത്തെ ഇറങ്ങി തിരിച്ചിട്ട് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും എല്ലാരും എന്തൊരു ദുരന്തമാണ്. നിങ്ങൾ പറയൂ. അങ്ങനെ രക്ഷിക്കാനൊന്നും പിശാചൊക്കെ അത്യാവശ്യം ബോധമുള്ള കൂട്ടത്തിലാണ്. ആരും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ വല്ലതും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയുടെ നമ്പറൊക്കെ ഇല്ല, അതിൽ വിളിച്ച് പറയും. ഭാര്യയുടെ നമ്പർ നോക്കിട്ട് കിട്ടുന്നില്ലല്ലോ. അതെന്റെ കുഴപ്പമില്ല. ഭാര്യ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതിപ്പോ എന്റെ വിഷയമല്ല. അത് നിങ്ങൾ അവിടെ തീർക്കുക. നിങ്ങൾ ഇത് പറയും. അള്ളാഹു പുറത്തു തരാത്ത തെറ്റേതാണ്? ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ 1000 രൂപ അങ്ങ് എടുത്തു തരും. നിന്റെ 1000 രൂപ എന്റെ പാർട്ടിക്ക് 1000 രൂപ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടെ കാര്യം. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ചോദിക്കണേ. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയാ ചോദിക്കണേ. ഇസ്ലാമിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ, രക്ഷിക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. അല്ല വയ്യ, നിങ്ങൾ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. 500 രൂപ അത് മുഹമ്മദ് നബി പണ്ട് മറ്റേ സൗത്തിലെ ആ മറ്റേ അവിടെ കൂടാരത്തിൽ പോയിട്ട് ആ പെണ്ണിന്റെ മേത്ത് കൈവച്ച് ചോദിച്ച കഥയൊക്കെ നമുക്കറിയാം. അത് മുഹമ്മദ് നബിയുടെ കഥയാണ്. അത് ഇവിടെ ചേർക്കില്ല. മുഹമ്മദ് നബിയാണ് ആ പണി നടത്തിക്കൊണ്ടിരുന്നത്. മുഹമ്മദ് നബിയുടെ ആൾക്കാരല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ. അതാണ്. അപ്പൊ നിങ്ങൾ അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ തെറി വിളിച്ചു അള്ളാഹുവിനെയൊക്കെ രക്ഷിക്കും, മുഹമ്മദ് നബീനെയൊക്കെ അല്ലെ? ഒരു കയ്യബദ്ധം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചിട്ട് നിങ്ങളല്ലേ തെറി വിളിച്ചത്? അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വിളിപ്പിച്ചാലും നിങ്ങൾ വിളിക്കാൻ പാടില്ലല്ലോ. വിളിപ്പിച്ചാലും വിളിക്കാൻ പാടില്ലല്ലോ. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. ഇല്ല, ഇപ്പൊ നിങ്ങളാണ് എന്റെ ഏര. എന്തേ പെട്ടുപോയാ? നീ ഇങ്ങനെ പെട്ടുപോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ?